ICDS ഓഫീസർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും ശമ്പളം മുടങ്ങുമെന്ന ആശങ്ക. മെയ് മാസത്തെ ശമ്പളം നൽകിയതിനു ശേഷം മറ്റൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ശമ്പളം നൽകരുതെന്ന് ട്രഷറി ഡയറക്ടർ ഉത്തരവിട്ടു. സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 19-ാം തീയതി ട്രഷറി ഡയറക്ടർ എല്ലാ ട്രഷറി ഓഫീസർമാർക്കും അയച്ച കത്തിൽ സ്പാർക്ക് മുഖേന ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീമിലുള്ള ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകരുതെന്ന് നിർദ്ദേശം നൽകി. പുതുക്കിയ ഉത്തരവിൽ മെയ് മാസത്തെ ശമ്പളം ജൂണിൽ നൽകാമെന്നും പിന്നീട് നിർദ്ദേശമുണ്ടാകുന്നതുവരെ ശമ്പളം നൽകരുതെന്നുമാണുള്ളത്. ഈ ഉത്തരവ് പ്രകാരം ICDS പ്രോഗ്രാം ഓഫീസർമാർ, CDPO, സൂപ്പർവൈസർമാർ, ഓഫീസ് ജീവനക്കാർ എന്നിവരുടെ ശമ്പളം മുടങ്ങും. ഇതുകൂടാതെ 65,000-ലധികം വരുന്ന അംഗൻവാടികളിലെ അധ്യാപകരുടെയും ഹെൽപ്പർമാരുടെയും ഓണറേറിയം മുടങ്ങും. വകുപ്പ് മന്ത്രിക്കും അതേപോലെ ഡയറക്ടർക്കും ഞങ്ങൾ മെയിൽ ചെയ്തിട്ടുണ്ട്. ഇന്നലെ അതിന് മറുപടി ഞങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾ ആശങ്ക അകലുള്ളൂ. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ വിരമിച്ച അംഗൻവാടി ജീവനക്കാർക്ക് ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ ലഭിക്കുന്നില്ല. 500 രൂപ ഞങ്ങൾ വർക്കേഴ്സും 250 രൂപ ഹെൽപ്പേഴ്സും ക്ഷേമനിധി ബോർഡിലേക്ക് അടക്കുന്നുണ്ട്. ധനവകുപ്പിന്റെ നിർദ്ദേശമുള്ളതിനാലാണ് ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നാണ് ട്രഷറി വകുപ്പിന്റെ വിശദീകരണം. വിഷയത്തിൽ സർക്കാർ ഇടപെടലുണ്ടായില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാവുക. സാജിദ് അജ്മൽ, മീഡിയ 1, മലപ്പുറം.